പ്രസാദ്, ഇതിനിടയ്ക്ക് നമ്മുടെ വാർത്ത കണ്ട് ചിലരുടെ പ്രതികരണം, പ്രേക്ഷകരുടെ പ്രതികരണം നമുക്ക് തുടർച്ചയായി വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു പ്രേക്ഷകൻ ഇപ്പോൾ നമ്മളോട് പ്രതികരിക്കാൻ ടെലിഫോൺ ലൈനിലുണ്ട്. ഹരിലാൽ എന്നൊരു വ്യക്തിയാണ്. അദ്ദേഹം കൺസ്ട്രക്ഷൻ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളാണ്. ശ്രീ ഹരിലാൽ, എന്താണ് ഈ വാർത്ത കണ്ടിട്ട് താങ്കൾക്ക് തോന്നുന്നത്? താങ്കൾക്ക് ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഇടപെടൽ സാധ്യമാണോ? തീർച്ചയായും സാധ്യമാണ്. രാവിലെ മുതൽ നമ്മൾ ഈ റിപ്പോർട്ടർ TV കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മള്. അപ്പൊ ഈ രണ്ട് കുടുംബത്തിന്റെ വേദന അത് നമ്മളെ വേദനയായി ഏറ്റെടുത്ത് ഞാൻ TV പ്രസാദേട്ടനെ ഒന്ന് കണക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. പ്രസാദേട്ടൻ ലൈവ് പ്രോഗ്രാമിലായതുകൊണ്ട് എനിക്ക് കിട്ടിയിട്ടില്ല. തീർച്ചയായും ഞങ്ങൾ ഇപ്പൊ അങ്ങോട്ട് പോവുകയാണ്. ഞങ്ങൾ കഴക്കൂട്ടമാണ്. കഴക്കൂട്ടം. ഓക്കെ, ഇത് കിളിമാനൂരാണ്, അറിയാമല്ലോ. യെസ്. ഞങ്ങൾ അതിന്റെ അഡ്രസ് ഒക്കെ എടുത്തു. ഞങ്ങൾ ഇപ്പൊ അങ്ങോട്ട് യാത്ര ചെയ്യാൻ പുറപ്പെടുകയാണ്. ഏത് രൂപത്തിലാണ്? തീർച്ചയായും ഇപ്പം രണ്ട് വീട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അവർക്ക് താമസ അനുയോജ്യമായി എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് വിസിറ്റ് ചെയ്തിട്ട് കൃത്യമായുള്ള കാര്യങ്ങൾ നമ്മളത് ചെയ്തു കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. അവിടെ 35 വീടുകളോളം ഉണ്ട്. ശുചിമുറി പോലും ഇല്ലാത്ത ഗതികെട്ട അവസ്ഥയിലുള്ള ഒരുപാട് ജീവിതങ്ങളുണ്ട്. തീർച്ചയായും നമ്മൾ അതെല്ലാം കണ്ടു. പക്ഷേ നമ്മളാൽ കഴിയുന്നതല്ലേ നമുക്കിപ്പം അതിനെ പ്രവർത്തിക്കാൻ പറ്റൂ. അപ്പൊ നമുക്കത് ചെയ്യാം. ചെയ്തതിന് ശേഷം മറ്റെന്താണ് നടപടികളെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഭാഗത്തു നിന്ന് എന്താണ് ചെയ്യാൻ പറ്റുന്നത് നോക്കാം. 35 വീടില് 2 വീട് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിപ്പോ റിപ്പോർട്ട് ചെയ്തത് ആ വീടുകളാണല്ലോ. അപ്പൊ നമ്മൾ പരിഗണിക്കേണ്ടത് അവര് 2 പേരും ആണല്ലോ. തീർച്ചയായും അത് നമുക്ക് ഞങ്ങളിപ്പോ അങ്ങോട്ട് പോവുകയാണ്. ശരി ഹരിലാൽ, വളരെ നല്ല കാര്യം, അഭിനന്ദനം അർഹിക്കുന്ന കാര്യമാണ്. ഏതായാലും ഒരു കെട്ടിട നിർമ്മാതാവാണ് വാർത്ത കണ്ടിടപെട്ടിരിക്കുന്നത്. പറഞ്ഞോളൂ. മാഡം അഭിനന്ദിച്ചതിൽ സന്തോഷം. പക്ഷെ സഹജീവികളുടെ സങ്കടം നമ്മളല്ലേ അത് മനസ്സിലാക്കി മുന്നോട്ട് വരേണ്ടത്. ഉറപ്പായിട്ടും നമ്മൾ മനസ്സിലാക്കണം. സർക്കാരിന് അതിന് ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം എത്രത്തോളം നിറവേറ്റപ്പെടുന്നു എന്നുള്ള ചോദ്യമാണല്ലോ ഇപ്പോൾ നമ്മൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇനിയും ഒരുപാട് പേര് മുന്നോട്ട് വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഉറപ്പായിട്ടും അങ്ങനെ വരട്ടെ എന്നുള്ളതാണ്. പക്ഷേ ഇത് ഒരു കേസിലോ 2 കേസിലോ നിൽക്കുന്നില്ല. കേരളം അങ്ങോളം ഇങ്ങോളമുള്ള പട്ടികവർഗ ജീവിതങ്ങൾ ഏത് രൂപത്തിലാണ് പോകുന്നത്, അവർക്കുള്ള ഫണ്ട് അവരിലേക്ക് എത്താതെ എങ്ങനെയൊക്കെയാണ് ഇടനിലക്കാർ അത് തട്ടിക്കൊണ്ടുപോകുന്നത്, അവരെ എങ്ങനെ ചൂഷണം ചെയ്യുന്നു എന്നുള്ളതാണ് അറിയേണ്ടത്. ഒരുപാട് പദ്ധതികളുണ്ട്, ഇവർക്കായി ഒരുപാട് ഫണ്ടുകളുണ്ട്. പക്ഷേ അതൊന്നും യഥാർത്ഥത്തിൽ അവരിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ്. ആദിവാസി ജീവിതങ്ങളിലും ഇത്തരം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതൊരു അന്വേഷണമായി തന്നെ റിപ്പോർട്ട് എടുക്കുകയാണ്. നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്ന 2 ജീവിതങ്ങൾ, ആ 2 ജീവിതങ്ങൾ പരിശോധിക്കാൻ പോയപ്പോഴാണ് പ്രസാദ് ഒരുപാട് ജീവിതങ്ങൾ അവിടെ കണ്ടത്, അവിടുത്തെ ദുരവസ്ഥ കണ്ടത്. ഏതായാലും മന്ത്രി പ്രതികരിച്ചിരിക്കുന്നു, സ്ഥലം MLA അവിടെ എത്തിയിരിക്കുന്നു. തിങ്കളാഴ്ച അടിയന്തരമായി യോഗം ചേരാനിരിക്കുന്നു. പ്രതീക്ഷയുടെ ദിവസമാണ് നമ്മളെ സംബന്ധിച്ച് ഇന്ന്.